നമസ്കാരം കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ലിസ്മിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് BEdൽ തേർഡ് സെമ്മിൽ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ നമ്മൾ റെമഡി കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി ആ ഒരു പ്രശ്നത്തിനെ റിക്കവർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള നമുക്ക് റെക്കോർഡിൽ എഴുതണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സുകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ റെക്കോർഡ് എഴുതാൻ നോക്കാം. ആക്ഷൻ റിസർച്ചിൻ്റെ റെക്കോർഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കണ്ടൻ്റ് ആണ്. ഒന്നാമത്തെ പേജിൽ നമുക്ക് കണ്ടൻ്റ് ആണ് കാണുക. അപ്പോൾ കണ്ടൻറ്റിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, പിന്നെ സ്റ്റെപ്സ് ഇൻ ആക്ഷൻ റിസർച്ച് കൊടുത്തു, ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം, പിൻ പോയിൻറ്റിങ് ദ പ്രോബ്ലം, അനലൈസിങ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് ആക്ഷൻ ഹൈപ്പോസിസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ടെസ്റ്റ് ഡിസൈൻ വിത്ത് ആക്ഷൻ ഹൈപ്പോസിസ്, അത് പ്രീ ടെസ്റ്റ് നടത്തണം, ഡാറ്റ കളക്ഷൻ നടത്തണം, പോസ്റ്റ് ടെസ്റ്റ് നടത്തണം, ദെൻ ഡ്രോയിങ് കൺക്ലൂഷൻ, ദെൻ സൊല്യൂഷൻസ് ആൻഡ് സജഷൻസ്. ഇങ്ങനെയാണ് കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ കൊടുത്തു. ഞാൻ ഇന്ന കോളേജിൽ ഇന്ന് BEd ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആക്ഷൻ റിസർച്ച് നടത്തി, ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ, ദെൻ വരുന്നത് സ്റ്റെപ്സ് ആണ്. നമ്മൾ കണ്ടൻറ്റിൽ കണ്ട അതേപോലെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ആക്ഷൻ റിസർച്ചിൽ, അത് എഴുതി വെക്കുക കേട്ടോ. ഒരു 7ഓളം സ്റ്റെപ്പുകളുണ്ട്. ദെൻ വരുന്നത് ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം ആണ്. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കുക, നിങ്ങൾ റൈറ്റിംഗ് പ്രോബ്ലം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എമംഗ് ഹൈസ്കൂൾ സ്റ്റുഡൻസ്. ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷിലെ റൈറ്റിംഗ് പ്രോബ്ലം ആണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നിങ്ങൾക്ക് സയൻസിലാണെങ്കിൽ എങ്ങനെ എഴുതാം? ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം, അപ്പം നിരീക്ഷണക്കുറിപ്പ് എഴുതാനുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ എഴുതാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്സ് ആണെങ്കിൽ കണക്ക് കൂട്ടുന്നതിൽ അല്ലെങ്കിൽ ഹരിക്കാൻ ഉള്ള പ്രയാസം, അല്ലെങ്കിൽ വർഗം കാണുന്നതിലുള്ള പ്രയാസം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആ ക്ലാസ്സിൽ ഒരു മാസം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം ആ ക്ലാസ്സിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലായി കഴിയും. അപ്പം നിങ്ങൾക്ക് തുടങ്ങാം. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്ഷൻ റിസർച്ചിനുള്ള പരിപാടികൾ ആരംഭിക്കാം. അപ്പം ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം എന്ന് എഴുതി. ദെൻ വരുന്നത് പിൻ പോയിൻറ്റിങ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാണ്, ഒന്നും കൂടി പിൻ പോയിൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി കൃത്യമായിട്ട് പറയാം. 5 കുട്ടികളുടെ സാമ്പിളാണ് സാധാരണ രീതിയിൽ നമ്മൾ എടുക്കാറ്, എൻ്റെ ഒരു ക്ലാസ്സിനെ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികളുടെ പേര് എഴുതുക. അപ്പോൾ അവരിൽ നമ്മൾ ഇത്രയും പ്രോബ്ലംസ് കണ്ടു എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, ദെൻ വരുന്നത് അനലൈസിങ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം. നമ്മളിനി ആ ഒരു പ്രശ്നത്തിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് നോക്കുന്നത്. കുട്ടികളിൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു. അപ്പോൾ ഇതിൽ റൈറ്റിംഗ് സ്കില്ലാണ് കണ്ടത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് എഴുതാനുള്ളതിൽ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ വരാനുള്ള കാരണം എന്ന് നോക്കുകയാണ്. ദെൻ വരുന്നത് അനലൈസിങ് ദ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടോ. അല്ലാതെ രീതിയിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പോയിൻ്റ് ആയിട്ട് കൊടുക്കാം. അതായത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ടു സ്റ്റഡി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ അറ്റൻഷൻ കുറവ്, അതേപോലെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ആ നമ്മൾ എടുക്കുന്ന പ്രോബ്ലത്തിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ കോസസ് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിൻ്റായിട്ട് എഴുതി വെക്കാം. അപ്പം കുറേ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ലാക്ക് ഓഫ് കണ്ടിന്യൂസ് പ്രാക്ടീസ് എഴുതിയിട്ടുണ്ട്. ഇഗ്നറൻസ് ഓഫ് പാരൻസ് എഴുതിയിട്ടുണ്ട്. പാരൻസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ എഴുതാം കേട്ടോ. ദെൻ വരുന്നത് ഫോർമുലേറ്റിംഗ് ആക്ഷൻ ഹൈപ്പോത്തസിസ്. ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ സംഭവിക്കും, ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം ഉണ്ടാക്കിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ബോയ്സിലാണ് ഈ റൈറ്റിംഗ് സ്കില്ല് കുറവ് ഗേൾസിനെ അപേക്ഷിച്ച് എന്നാണ് ഇതിലെ ഹൈപ്പോത്തസിസ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം നിരീക്ഷണക്കുറിപ്പ് എഴുതുന്നതിൽ ആൺകുട്ടികൾക്കാണ് പ്രശ്നം, പെൺകുട്ടികൾ നല്ല വൃത്തിയായിട്ട് എഴുതുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടുന്നതിൽ ആൺകുട്ടികളാണ് ബ്രില്യൻറ്റ്, പെൺകുട്ടികൾ കുറച്ച് ബാക്ക്വേർഡാണ്. ആ രീതിയിലൊക്കെ നമുക്ക് എഴുതാം. ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ദെൻ വരുന്നത് പ്രീ ടെസ്റ്റ് ആണ്. പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ ഒരു പ്രോബ്ലം ഈ ക്ലാസ്സിലുണ്ടെന്ന് മനസ്സിലായി, അതാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് ഓവർകം ചെയ്ത് നമ്മൾ എന്താണ് ടെസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയാണ് എടുത്തത്. അപ്പോൾ അവർക്ക് ചാപ്റ്റർ ഉണ്ടായിരുന്നു. ചാപ്റ്ററിൻ്റെ പേര് ടോൾസ്റ്റോയ് ഫാം എന്നാണ്. ആ ചാപ്റ്റർ പഠിപ്പിച്ചതിന് ശേഷം ആ ചാപ്റ്ററിലുള്ള ചില വാക്കുകൾ തന്നെ അവരെ കൊണ്ട് എഴുതിപ്പിച്ചു, ഡിക്റ്റേഷൻ മാതിരി. പക്ഷേ എത്ര പേര് വൃത്തിയായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതി എന്നുള്ളതാണ് പിന്നീട് പരിശോധിച്ചത്. അതാണ് അവരുടെ ടെസ്റ്റ്. അപ്പം പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ടീച്ചറാകുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാവലുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മൾ നിരീക്ഷണക്കുറിപ്പ് എഴുതാൻ കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തി എന്നിട്ട് അവരെ കൊണ്ട് നിരീക്ഷണക്കുറിപ്പ് ഒറ്റയ്ക്ക് എഴുതാൻ ക്ലാസ്സിൽ വെച്ച് തന്നെ എഴുതിപ്പിച്ചു. അതിനുശേഷം നമ്മളത് എന്ത് ചെയ്യാണ്, പരിശോധിച്ചിട്ട് ഇങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രീ ടെസ്റ്റിൻ്റെ ഒബ്സർവേഷൻ എഴുതേണ്ടത്.
എന്തായാലും വരുന്നത് അവിടെ നമ്മളൊരു കുറച്ച് വാല്യൂ പോയിൻറ്റ്സ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് ഇടണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് 5 മാർക്ക് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റേഴ്സൊക്കെ ശ്രദ്ധിച്ച് നീറ്റ്നെസ്സൊക്കെ നോക്കിയിട്ട് ആക്യുറസി നോക്കി വേർഡ് ഓർഡറൊക്കെ കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 5 മാർക്ക് കൊടുക്കാം. എന്നാൽ ആ പോയിന്റ് മുഴുവനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1 അങ്ങനെയും കൊടുക്കാം. അപ്പം നമുക്കങ്ങനെ സ്പെല്ലിംഗ് മാത്രം കറക്റ്റ് ചെയ്ത ആൾക്കാർക്ക് 1 മാർക്ക്. ആ രീതിയിലാണ് നമ്മളൊരു വാല്യൂ പോയിന്റ് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബോയ്സും അതുപോലെ ഗേൾസും കിട്ടിയിട്ടുള്ള മാർക്ക് നമ്മൾ കണക്ക് കൂട്ടി നോക്കി. അപ്പോൾ ബോയ്സിന് ടോട്ടൽ കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 72 ആണ്. ഇനി ഗേൾസിന് കിട്ടിയത് നോക്കിയാലോ, ഗേൾസിന് കിട്ടിയത് 70 ആണ്. അപ്പോൾ നമ്മൾ പറയാം അയ്യോ ഗേൾസിനാണല്ലോ കുറവ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരെ റേഷ്യോ നോക്കണം എണ്ണത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണത്തിൻ്റെ റേഷ്യോ നോക്കിക്കേ, 31 ബോയ്സും 16 ഗേൾസും ആണുള്ളത്. അതേപോലെ അവരെ മാർക്ക് നോക്കിക്കേ, 72ഉം 70 ആണ്. അപ്പോൾ 16 ഗേൾസ് 70 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ 31 ബോയ്സ് ഉണ്ടായിട്ടും അവർ 72 മാർക്കേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആരാ ബെറ്റർ? 70 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നടത്തിയ ഹൈപ്പോത്തിസിസ് എന്താണ്, കറക്റ്റ് ആയിരുന്നു. ബോയ്സ് ആണ് എഴുതാൻ അവർക്കാണ് ബുദ്ധിമുട്ട്, പക്ഷേ ഗേൾസ് നന്നായിട്ട് എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇനി നമ്മൾ എഴുതുന്നത് പോസ്റ്റ് ടെസ്റ്റ് ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻസ് പോയിൻ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക കേട്ടോ. ദെൻ വരുന്നത് കൺക്ലൂഷൻ. ഇനി നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ കൺക്ലൂഡ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ നടത്തി, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രീ ടെസ്റ്റിലൂടെയും പോസ്റ്റ് ടെസ്റ്റിലൂടെയൊക്കെ എനിക്ക് കിട്ടിയത് എന്നെല്ലാം കൺക്ലൂഷനിലൂടെ. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ കഴിഞ്ഞല്ലോ എന്ന്. പക്ഷേ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം കണ്ടുപിടിക്കാൻ മാത്രമല്ല, അതിനുള്ള ഒരു റെമഡിയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം. സൊല്യൂഷൻസ് നമ്മൾ എഴുതി വെക്കണം. ആ സൊല്യൂഷൻസ് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് ക്ലാസ്സിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും ശ്രമിക്കണം. ദെൻ വരുന്നത് കുറച്ച് സജഷൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ആക്ഷൻ റിസർച്ചിൽ വരുന്നത്. ഇത് സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു സ്റ്റെപ്പിലൂടെ ഫോളോ ചെയ്ത് എഴുതിയാൽ മതി. ആ പ്രശ്നങ്ങൾക്കും ഹൈപ്പോത്തിസിസിനും നമ്മൾ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിനും മാത്രം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് ആരുടേതും കോപ്പി അടിക്കൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുള്ള പ്രശ്നം നിങ്ങൾക്കല്ലേ അറിയാം. അപ്പോൾ ആ ഒരു പ്രശ്നം മനസ്സിലാക്കി എഫക്റ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ അത് തന്നെ കാണാൻ പറ്റും. കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മളത് നടത്തി, ഇപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യുക, അവരെ നന്നായിട്ട് എൻകറേജ് ചെയ്യുക. അപ്പം എൻകറേജ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഈ രീതിയിലാണ് ആക്ഷൻ റിസർച്ച് എഴുതേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്പായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്